താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിക്കില്ല എന്ന കാര്യം ഏതാണ്ട് സ്ഥിരീകരിക്കുന്നു. സ്ഥാനാർത്ഥിയാകണമെങ്കിൽ മണ്ഡലം മാറണമെന്നാണ് നിലപാട്. അതേസമയം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ ഇടത്താണിയെ താനൂർ, തിരൂരങ്ങാടി എന്നിവിടങ്ങളിൽ പരിഗണിക്കുമെന്നാണ് വിവരം. ദീപക് തർമ്മണം ആ വാർത്തയുടെ വിവരങ്ങൾ ചേരും. ദീപക്, വി അബ്ദുറഹ്മാൻ തിരൂരങ്ങാടിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അബ്ദുറഹ്മാൻ മത്സരിക്കും എന്ന നിലപാട് അദ്ദേഹത്തിനുണ്ടോ? അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അബ്ദുറഹ്മാനെ പിൻവലിച്ച് രണ്ടത്താണി സമ്മതിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയാക്കുക എന്ന നിലയിൽ തന്നെയാണ് പോക്കം തോന്നുന്നു വിജയരാഘവന്റെ വാക്കുകളിൽ. ദീപക്. ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ പരിഗണന രണ്ടത്താണിയെ ഇടത് ക്യാമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അല്പം മുൻപ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. PB അംഗം വിജയരാഘവൻ തന്നെ പങ്കെടുത്തുകൊണ്ടാണ് ജില്ലാ അവൈലബിൾ സെക്രട്ടേറിയറ്റാണ് ചേർന്നത്. അതിലെടുത്ത തീരുമാനം UDF-ൽ സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അന്തഛിദ്രങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതിൽ പലരുമായും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടത്താണി മാത്രമല്ല, ചില UDF ഭാഷയിൽ പറഞ്ഞാൽ ചില വിസ്മയങ്ങളുടെ സാധ്യതകളുണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഞാൻ അല്പം മുൻപ് മുതിർന്ന CPIM നേതാക്കളുമായി സംസാരിച്ച സമയത്ത് മനസ്സിലാവുന്നത് രണ്ടത്താണിക്ക് മുൻപിൽ കൃത്യമായി CPIM നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന് സ്വാഗതം എന്ന് പച്ചക്കൊടി വീശിക്കഴിഞ്ഞു ചുവന്ന പാർട്ടി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യം, വള്ളിക്കുന്ന് മണ്ഡലം കൂടി നേരത്തെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി വള്ളിക്കുന്ന് മണ്ഡലം കൂടി രണ്ടത്താണിയുടെ പരിഗണനയിലേക്ക് വെച്ചിരിക്കുന്നു. അങ്ങനെ 3 മണ്ഡലങ്ങൾ രണ്ടത്താണിക്ക് മുൻപിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഒന്ന് വള്ളിക്കുന്ന്, രണ്ടാമത് താനൂര്, പിന്നെ തിരൂരങ്ങാടി. ഇത്രയും മണ്ഡലങ്ങളാണ് രണ്ടത്താണിക്ക് മുൻപിൽ തുറന്നിട്ടിരിക്കുന്നത്. മറ്റൊന്ന് വി അബ്ദുറഹ്മാൻ സിറ്റിംഗ് മന്ത്രിയാണ്. അദ്ദേഹത്തെ താനൂരിൽ നിന്നും മാറ്റുക, തിരൂരിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ചർച്ച നടക്കുന്നത്. ഏതായാലും പ്രഥമ പരിഗണന വി അബ്ദുറഹ്മാന്റെ കാര്യത്തിലല്ല. ഇപ്പോൾ UDF-ൽ അന്തഛിദ്രം ഉണ്ടാക്കിക്കൊണ്ട് ഒരാൾ പുറത്തേക്ക് വരുന്നത് പാൻ കേരള പൊളിറ്റിക്സിൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യും എന്നതാണ് വിലയിരുത്തൽ. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് PB അംഗം മലപ്പുറംകാരനായ വിജയരാഘവൻ തന്നെ നേരിട്ട് ഈ ചർച്ചകളിൽ ഇടപെടാൻ തീരുമാനിച്ചതും. വിജയരാഘവൻ ഇന്നലെ രാത്രി മുതൽ ഇതിന്റെ ചരടുവലികളിൽ ഉണ്ട്. അദ്ദേഹവും മുതിർന്ന നേതാക്കളും സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ഘടകകക്ഷി നേതാക്കൾ. ഇതെല്ലാം തന്നെ രണ്ടത്താണിയുമായി നിരന്തര സമ്പർക്കത്തിലാണ്. ചിലപ്പോൾ രണ്ടത്താണി ഇടത് സ്വതന്ത്രനായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. ഹാഷ്മി, മത്സരിക്കാനുള്ള സാധ്യത എന്തായാലും അബ്ദുറഹ്മാൻ തന്നെ തള്ളുന്നില്ല. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പ്രതികരണത്തില്ലെങ്കിൽ കൂടിയും എന്തായാലും ഈ പറയുന്ന ചർച്ചകൾക്ക് വെറുതെയാണ്, അങ്ങനെയൊന്നുമില്ല എന്നൊരു വാക്ക് അബ്ദുറഹ്മാൻ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പറയുന്നില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.